ശരീരം അനങ്ങുന്നില്ലെങ്കിലും തലച്ചോറ് അനങ്ങി എഴുന്നേറ്റ ഉടനെ തൊഴുതു നിന്നു. നായയുടെ മുമ്പിൽ എന്റെ ഹറാമായ നായ നൽകിയ ജീവൻ സുബൈദാക്കു വേണ്ട എന്ന് മതപണ്ഡിതന്മാരും പറയാത്തത്? അവരെന്തുദ്ദേശിച്ചിട്ടാണോ ഈ ഫെസ്റ്റ് നടത്തുന്നത്? ആ ഉദ്ദേശം നല്ലതാണെങ്കിൽ അത് വിജയിക്കും. മുസ്ലിം സമുദായം അവർക്ക് പറ്റുന്നത് മാത്രമേ സ്വീകരിക്കൂ. അവർക്ക് പറ്റുന്നത് മാത്രമേ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റൂ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. 10 ലക്ഷം രൂപയാണ് പന്നി കർഷകരുടെ സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്. വേണ്ടെന്ന് പറയാമോ? അതിന്റെ ആദ്യ ഗഡു 7 ലക്ഷം രൂപ ഇന്നലെയോ മിനിഞ്ഞാന്നോ എങ്ങാണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. വേണ്ടെന്ന് പറയും. ആ 10 ലക്ഷം ഞങ്ങൾ തരാമെന്ന് പറ. നിങ്ങള് മുസ്ലിം ലീഗ് തുടങ്ങിയ ആപ്പ് വഴി ഒരുപാട് പണം അവർ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. അതിനകത്തെല്ലാം ഹലാലാണോ? പന്നി കർഷകരുടെ പണമില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്ന എന്റെ പണം വരെ ഉണ്ടല്ലോ. അപ്പോ പന്നിമാംസം കഴിക്കുന്നവരും സംഭാവന ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ സ്ത്രീകളെ കൊണ്ടുപോയി വിൽക്കുന്ന ആളുകൾ, ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് ഏജന്റുമാരുണ്ട്. കൊണ്ടുവിട്ടിട്ട് അവരവരുടെ പണി നോക്കിപ്പോകും. പണമില്ലേ അവരുടെയൊക്കെ? ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് രക്തം നൽകാൻ, അവരെ വാരി കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടാൻ, അവരെ ചികിത്സിക്കാൻ, അവരുടെ ശരീരത്തിലെ മണ്ണും ചെളിയും കഴുകിക്കളയാൻ, അവർക്ക് പ്രാഥമികമായി കൃത്രിമ ശ്വാസം നൽകാൻ നിന്ന ആളുകളിൽ കാഫിറുകളുണ്ട്, ഷിർക്ക് ചെയ്യുന്നവരുണ്ട്, മതരഹിതരുണ്ട്, ബിംബാരാധകരുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? അവരില് പന്നിമാംസവും ബീഫും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട്, പട്ടി ഇറച്ചി തിന്നുന്നവരുണ്ട്, പാമ്പിറച്ചി തിന്നുന്നവരുണ്ട്. എന്തേ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ നിൽക്കാത്തത്? പന്നിമാംസം കഴിക്കുന്നവരുടെ പണം നിങ്ങൾക്ക് ഹലാലാണല്ലേ? പന്നി മാംസം വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾക്ക് ഓക്കെയാണ്. ആ ഫെസ്റ്റ് നടത്തി പണം ഉണ്ടാക്കിയാൽ വയനാടുകാർക്ക് കൊടുക്കുന്നത് ഹറാമാണല്ലേ? അല്ല, ഗവൺമെന്റ് ജോലിക്കാര് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാറുണ്ടല്ലോ അല്ലേ? മദ്രസയിലെ ഉസ്താദുമാർക്ക് പെൻഷനൊക്കെ കിട്ടുന്നില്ലേ ഖജനാവിന്റെ നികുതി പണത്തിൽ നിന്ന്? ആ നികുതി പണം എങ്ങനെ ഉണ്ടാകുന്നതാ? കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താ? പറയാറുണ്ടോ? കള്ള് വിറ്റതിന്റെ ടാക്സ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയോ? വെള്ളം കേറി മലയിടിഞ്ഞു, മണ്ണിടിഞ്ഞു, ഉരുൾപൊട്ടി, പ്രളയം വന്നു. ആ സമയത്തൊന്നുമില്ലാത്ത മതം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ പണം കിട്ടാനായി, വീട് കിട്ടാനായി, സഹായിക്കാൻ ഒരുപാട് ആളുകളായി. മനുഷ്യനാകണം മലരെ എന്ന് പറയേണ്ടി വരികയാണ് പബ്ലിക്കില്. ഇവനൊക്കെ എന്നാണ് ഇനി മാനുഷികമായി ചിന്തിക്കാൻ പഠിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും ജീർണിച്ച തലച്ചോറുമായി ഈ കാലഘട്ടത്തിലും ഈ മലം എന്ന മതം പറഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ലജ്ജയാകുന്നില്ലേ ഇവർക്ക്? എന്നിട്ട് പുതിയൊരു ഫത്വ, മതവിധി. അതെ, ഹറാമും ഹലാലും ഒക്കെ ചേർന്നതാണ് ഒരാളുടെ സമ്പാദ്യമെങ്കിലേ അയാൾ നൽകുന്നത് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല. കാരണം ഹലാവലും ഉണ്ട്, ഹറാമും ഉണ്ട്. ആഹാ, സൂപ്പർ. എന്തിനാണെന്നറിയാമോ? ഇതൊരു ഹിഡൻ അജണ്ടയാണ്. ബിവറേജസ് കുഴപ്പമില്ല, ബാങ്ക് പോർക്ക് കുഴപ്പമില്ല, പുകയില ഉൽപ്പന്നങ്ങള്, കഞ്ചാവ് പ്രശ്നമില്ല. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ? പലിശ, അഭിസാരികകൾ വരെ ചേർന്ന് വ്യഭിചാര ചാലഞ്ച് ഉണ്ടാക്കിയാൽ, മദ്യ ചാലഞ്ച്, മോഷണ ചാലഞ്ച്, ഇവര് പറയോ? ഇവർക്കൊക്കെ ഇനി എന്ന് ബുദ്ധി വയ്ക്കുമെന്നാണ്? ഇവർക്ക് എന്നിനിയും മതേതരമായി ചിന്തിക്കാൻ സാധിക്കുമെന്നാണ്? പന്നിപ്പണം വിറ്റ് കിട്ടുന്ന പണം വാങ്ങി നക്കാം, കുഴപ്പമില്ല.
ഇവിടെ ഞാൻ ഈ കാപ്പാട് താമസിക്കുന്ന സമയത്ത് ഒരു അലി ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. 3500 രൂപയാണ് വാടക. സ്റ്റെയറില, ചെറിയൊരു സൗകര്യം കാപ്പാട്. എനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് ഒരുത്തൻ ചോദിക്കാം. എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഉണ്ടെന്ന് വായിക്കാതിരിക്കുന്നത് നല്ലത്. ആ സമയത്ത് അപ്പം ഈ ചാനലിലൊക്കെ ഞാൻ ചർച്ചയ്ക്കൊക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ, ഞാൻ പോകാത്തതാ, സേഫ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ അലി ഹാജിയോട് പള്ളി കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് പറഞ്ഞത്രേ, ജാമിദാക്ക് വീട് താമസിക്കാൻ കൊടുക്കരുത്. അപ്പം ഈ അലി ഹാജിയുടെ സുഹൃത്താണ് അലി മാഷ്, അദ്ദേഹത്തിൻ്റെ ഗറോഫിലാണ് വീട് എടുത്തത്. അപ്പോൾ എനിക്ക് വീട് തന്നതിനെതിരെ 2-3 തവണയായിട്ട് ഇദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നുണ്ട് അത്ര. ഒരു ദിവസം അദ്ദേഹം നിന്നിട്ട് ചോദിച്ചെന്ന്, അല്ല ഉസ്താദെ, ഈ പള്ളി കമ്മിറ്റിയുടെ പള്ളി മുതലിലുള്ള ഈ ബിൽഡിങ്ങിലല്ലേ ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്? അതെ. ATM മെഷീൻ? അതെ. അവർക്ക് എന്തിൽ നിന്നുണ്ടാകുന്ന വരുമാനമാണ്? അത് ഹറാമല്ലേ? പിന്നെ ചില കടകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയൊക്കെ വിൽക്കുന്ന സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞത്രേ, ആ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്രേ. അവരൊക്കെ ഹലാല, അവരെയൊക്കെ മാറ്റ്, ആ സെക്കൻഡിൽ ഞാൻ ജാമിദായെ മാറ്റാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് വന്ന് എന്നോടത് പറഞ്ഞു. അപ്പൊ അവരുടെ കാര്യങ്ങൾ വരുമ്പോ എല്ലാം ഓക്കെയാണ് അവര്. കുറെ ആളുകൾ ഇപ്പോൾ മുസ്ലിം പേരുകളിൽ വരില്ല കേട്ടോ, കുറെ ഫേക്ക് ഐഡികളുണ്ട്. ഇവരുടെ അക്ഷരത്തെറ്റും ഈ ലിംഗചിന്തയും വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മുറിയൻ ടീം തന്നെയാണിതെന്ന്. അല്ലെങ്കിൽ ഇവര് ആദ്യം എടി, മറ്റവളെ എടി, ഇങ്ങനത്തെവളെ അങ്ങനത്തെവളെ എന്നൊക്കെ വിളിച്ചിട്ട് തെറിയേ പറയത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ശ്യാമെന്നൊക്കെ പേരിടും, പക്ഷേ അണ്ണൻ തന്നെയാ. കാക്ക തന്നെയാ. കാക്കയുടെ ചിന്തകളുമായിട്ടല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ കാക്കായി പറഞ്ഞിട്ട് കാര്യമില്ല, കാക്ക പഠിക്കുന്നത് മാത്രമേ കാക്കായ്ക്ക് അറിയൂ. അപ്പോ ആലോചിക്കണം, പുതിയ മതവിധി വന്നിരിക്കുക. എന്താ കാര്യം? അല്ല, ഹറാമും ഹലാലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യന്റെ വരുമാനമെങ്കിൽ കുഴപ്പമില്ല, കൂടിക്കലർന്നാ പിന്നെ കുഴപ്പമില്ല. നന്മയും തിന്മയും ഇതെങ്ങനെ ഒരു തോണിയിൽ പോകുക? കഴിഞ്ഞ ദിവസം നമ്മുടെ മത്തി ഉസ്താദ് ഉണ്ടല്ലോ, പൊന്നാനി മത്തി ഇട്ട് നെല്ലിക്ക ചതച്ചും മത്തിക്കറി വെക്കാൻ പഠിച്ചാൽ മതി, പെണ്ണ് ഡോക്ടറായിട്ട് എഞ്ചിനീയറായിട്ടും ഒന്നും കാര്യമില്ല. അദ്ദേഹം പറയുക, ഗോപാലൻ നായർക്ക് കുറേ ഭൂമിയുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അയാൾ സ്വർഗത്തിൽ പോകില്ല. എന്താ കാരണം? അയാളുടെ ലിംഗം മുറിച്ചിട്ടില്ലല്ലോ. ലിംഗം മുറിച്ചിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ഈ ദാനം ചെയ്യുന്ന ആളുകൾ ആദ്യം അവന്റെ തുണി പൊക്കി നോക്കണം. ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടില്ലേ, ആളുകളെ അടിച്ചു കൊന്നിട്ട് തുണി മാറ്റി ലിംഗം എടുത്തിങ്ങനെ വടി കൊണ്ട് പൊക്കി കാണിക്കുക, ഇവൻ കാഫിറാണ്. ഇത്ര ബുദ്ധിയുണ്ട്. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ വരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഏത് രൂപത്തിൽ ഉണ്ടാക്കിയ പണമാണെങ്കിലും ശരി, നമ്മുടെ ഖജനാവിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹലാലാകുന്ന അത്ഭുത പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, അല്ലേ? ഇവർക്ക് കുഴപ്പമില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പന്നിമാംസം നിഷിദ്ധം, കുഴപ്പമില്ല, അവരല്ലേ അത് ചെയ്തത്, നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ പടച്ചോന്റെ മതം ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാണ്, നല്ലതാണ് എന്ന് സ്ഥാപിക്കാൻ, ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നൈജീരിയയിൽ 62,000 ക്രിസ്ത്യാനികളെ കൊന്നപ്പോൾ നമ്മുടെ മതം വളർന്നില്ലേ? ബൊക്കോ ഹറാം എന്ന തീവ്രവാദ സംഘടന, ആ സംഘടനയെ ആരെങ്കിലും വിമർശിച്ചോ, എതിർത്തോ? ഇല്ല. അവിടെ ഇന്റൻഷൻ ഉണ്ട്. അവിടെ അത്രയും കാഫിറുകൾ കൊല ചെയ്യപ്പെട്ടു. ആഹാ, സന്തോഷം. അള്ളാഹുവിന് എത്ര ഹാപ്പി ആയി കാണും പഠിച്ചൻ. ഒന്നതാണ്, ഇവര് നമ്മുടെ മതം വളരാൻ അതിന് പിന്നിലുള്ള ലക്ഷ്യമുണ്ട്. ഇപ്പോ പോർക്ക് ഫെസ്റ്റ്, ശരി, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമുണ്ട്, അതാണ് പ്രധാനം. ഇവിടെ
കുറച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവരുടെ മതവികാരം വ്രണപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇങ്ങനെ ഓരോ വിവാദ വിഷയങ്ങൾ വരുമ്പോൾ എത്ര പേരാണ് ഇത്തരം ചിന്തകളെ ന്യായീകരിക്കുന്നത് എന്നിവർക്കറിയണം. പന്നി ഹറാമാണ്, പൈസ ഹറാമല്ലല്ലോ, പണം ഹറാമല്ലല്ലോ, സംഗീതം ഹറാമാണ്, പണം ഹറാമല്ലല്ലോ, അഭിനയം ഹറാമാണ്, പണത്തിന് കുഴപ്പമില്ലല്ലോ. പന്നിയിറച്ചി നമ്മൾ തിന്നാതിരുന്നാ പോരെ, നമ്മൾ വാങ്ങിക്കാതിരുന്നാ പോരെ? പണം കൊടുത്ത് വാങ്ങിച്ച് അവർ തിന്നോട്ടെ, അതിൻ്റെ പണം നമുക്ക് എടുക്കാമല്ലോ. ഏതെങ്കിലും നോട്ടിൻ്റെ പുറത്ത് പന്നിക്കായി എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പന്നി വിറ്റ പണം ഇല്ലല്ലോ. അഴിമതിക്കാരുടെ പണമില്ലേ, കൊള്ളലാഭക്കാരുടെ, ക്രിമിനലുകളുടെ, അതുപോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കട്ടെടുത്ത പണം, കബളിപ്പിച്ച പണം, തട്ടിയെടുത്ത പണം, മലദ്വാർ ഗോൾഡിലൂടെ ഉണ്ടാക്കിയ പണം, പെണ്ണുങ്ങളെ വിറ്റ് കിട്ടിയ പണം, മക്കളെ കൂട്ടിക്കൊടുത്ത് കിട്ടിയ പണം, ഇതൊക്കെ ഇല്ലേ? അപ്പോ പന്നിപ്പണം, പന്നി വിറ്റ് കിട്ടിയ പന്നിപ്പണം കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? അപ്പോ അത് ഹലാലാണോ എന്ന് ചോദിച്ചപ്പോഴാണ് തൊട്ടടുത്ത മതവിധി വരുന്നത്. അതെ, ഹലാലും ഹറാമും ഒക്കെ കൂടിക്കലർന്നാൽ എന്താ ദറൂറത്തി കുല്ലുൻ ജായിസൂൻ, ഹറാമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഹലാലാകും. ഹറാമും ഹലാലും ഇവരാണ് നിർണയിക്കുന്നത്. കൊള്ളാം. ഇവർക്ക് ഇനി എന്ന് നേരം വെളുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൂടത്തായിയിൽ ഇപ്പോൾ 2 വിവാദ വ്യക്തിത്വങ്ങളായി. ഒന്ന് നമ്മുടെ ജോളിയാണ്, രണ്ടാമത്തെ ആളാണ് നാസർ ഫൈസി കൂടത്തായി. ആഹാ, സന്തോഷം. നമുക്ക് കള്ളും കഞ്ചാവും അങ്ങനെ പല രൂപത്തിലുള്ള ഹറാമുകളും ഹലാലുകളും ഉണ്ട്. പ്രശ്നമൊന്നുമില്ല, പണമല്ലേ, ഞമ്മൻ്റെ ആളുകൾക്കല്ലേ കിട്ടുന്നത്. ഇവർക്ക് ബോണസ് ഒക്കെ കിട്ടുമ്പോൾ, പെൻഷൻ കിട്ടുമ്പോൾ ഇവർ പറയുമോ നമുക്ക് വേണ്ടാന്ന്? കേരളം നല്ല രൂപത്തിൽ ഉണ്ടാക്കുന്ന വരുമാനമല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കത് വേണ്ടെന്ന് പറയുമോ? നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പ്രസംഗിക്കുന്നുണ്ട്, ഒരു മദ്രസ ഉസ്താദിന് 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും പണം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഖജനാവിൽ നിന്നും വാരിക്കോരി നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചിട്ട് വാതോരാതെ പ്രസംഗിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം പറയും, ഇനി മുതൽ ഞാൻ വെറും സഖാഫി അല്ല, മുള്ളൂർക്കര സഖാവ് മുഹമ്മദ് അലി സഖാഫി. അവിടെ നിന്ന് കിട്ടിയല്ലോ ആനുകൂല്യങ്ങൾ. ഇനിയിപ്പോൾ അവരുടെ ആളായിട്ട് നിൽക്കുന്നത് കൊണ്ടൊന്നും വിരോധമില്ല, നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയില്ലേ. ഈ സ്വർണ്ണക്കടത്തിലൂടെ മലദ്വാർ വരുമാനങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ നമുക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. മമ്മൂട്ടി അഭിനയിച്ചുണ്ടാക്കുന്നത് ഹറാമാണെന്ന് ഇവർ പറയും, അയാളുണ്ടാക്കുന്ന പണം വേണ്ട എന്ന് പറയുമോ? ദുൽഖർ സൽമാൻ ഒരു നായക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ചിത്രം എടുത്താൽ ഇവര് മിണ്ടില്ല. കാരണം എന്താ? അവരുടെ ഫണ്ട് വേണം. നിർമ്മല കോളേജിലെ നമസ്കാരം ടെസ്റ്റ് ഡോസ് ആണ്. ഇതൊക്കെ ആരൊക്കെയാണ് നമ്മളോടൊപ്പം അനുകൂലിച്ച് നിൽക്കുന്നത്? ഈ വിഷയം വിവാദമാകുമോ? ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് പ്രശ്നങ്ങളാകുമോ? നമുക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ? ഇതൊക്കെയാണ് ഇവർക്ക് ആകെ അറിയേണ്ടിയിരുന്നത്. അതാണ് ഇവരറിഞ്ഞത്, ഇവർക്കത് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ കിച്ചുമോൻ, ഇവർക്ക് നേരം വെളുക്കാൻ വേണ്ടിയിട്ടല്ല സുഹൃത്തെ ഞാനിത് പറയുന്നത്. മതം തലച്ചോറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ വെളിവ് വരാനാ? ഇവർക്ക് വെളിവ് വരില്ല എന്ന് 100% എനിക്കറിയാം. പക്ഷേ വെളിവുള്ള കുറച്ചാളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. ജെയ്സൺ, എന്നെ കുറിച്ച് അങ്ങനെ പലരും പറയും. നീ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് കേരളത്തിൽ മുഴുവനും പറയുന്നുണ്ട് ആളുകൾ. അതിനെക്കുറിച്ച് നീ എന്തു പറയുന്നു? കേരളത്തിൽ മൊത്തം പെണ്ണു കൂട്ടിക്കൊടുത്ത കേസാണ് ഈ ആളെ കുറിച്ചിട്ട്. ഈ വ്യക്തിയുടെ പേര് പോലും എൻ്റെ ചാനലിൽ വരരുത് എന്ന് എൻ്റെ മക്കളുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തൽക്കാലം നിന്നെ ഞാനങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ആ സ്ത്രീയുടെ പേര് പോലും പറയാൻ പാടില്ല.
അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നേച്ചർ ബ്യൂട്ടി ട്രാവൽ വീഡിയോസ്, അതായത് ഇവര് നന്മകളൊന്നും ചെയ്യില്ല. അവയവം ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, രക്തം, ഇതൊക്കെ ഇവർക്ക് സ്വീകരിക്കാം, അങ്ങോട്ട് കൊടുക്കരുത്. നമ്മുടെ ശരീരം വെച്ചിട്ട്, നമ്മുടെ അവയവം വെച്ചിട്ട്, നമ്മുടെ ബ്ലഡ് വെച്ചിട്ട് ഇവർ വല്ലാണ്ട് അങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കണ്ട. നമുക്കാരുടെയും പറ്റും, എല്ലാവരുടേതും നമുക്ക് പറ്റും, നമ്മുടേതൊന്നും ആർക്കും പറ്റില്ല. ഈ ഒരു നിലപാടാണ്. ഇനിയും ഒരു തീരാനായിട്ടുണ്ട്. ഒരു 8 മണിക്ക് നമ്മുടെ ജാഫർ ചളിക്കോടുമായിട്ടൊരു സംവാദമുണ്ടാകും ഈ വിഷയത്തിൽ. എല്ലാവരുടെയും പൂർണ്ണമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. ഇതേ ചാനലിൽ തന്നെയാണ്, ഇതേ സമയം തന്നെയാണ്. നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റുന്ന ആളുകൾ നിർബന്ധമായിട്ടും വരണം എന്നാഗ്രഹിക്കുന്നു. നന്ദി. വത്സൻ, താങ്ക് യു. ഗോകു, താങ്ക്സ് കേട്ടാ. ട്രാവൽ വീഡിയോസ് വരണേ. താങ്ക് യു.